ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ, ദൈവവചനത്തിൻ്റെ കീഴിൽ ഇരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഈ വചനത്തെ വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് ശ്രദ്ധിക്കുന്നവനും ഇത് പറയുന്നവനും എല്ലാം ഭാഗ്യമുള്ളതാണ്. ഈ വചനമാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും മജ്ജകളെയും എല്ലാം തുളച്ചു ചെല്ലുന്നതുമാണ് ഈ ദൈവത്തിൻ്റെ വചനം. ഈ വചനമാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ കീഴിൽ ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ നാം കാണുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറയുവാൻ, അതിൻ്റെ മർമ്മങ്ങൾ ജനത്തോട് പറയുവാൻ ദൈവം വിളിച്ച് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മക്കൾ ദൈവവചനമെടുത്ത് ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കേണ്ടത്, അല്ലാതെ ഞാനും നീയുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും കഴുതകളായി നിന്നു കൊടുത്താൽ മതി. കഴുതമേൽ വാഹനമേറുന്ന ഒരു ദൈവമുണ്ട്. കഴുതയുടെ മേൽ വാഹനമേറി ആ കഴുതയെ യെരൂശലേം ദേവാലയത്തിലേക്ക് നടത്തിയവനായ ദൈവം, അവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കൊരലറുക്കപ്പെട്ടവൻ, സ്വന്തം ജീവനെ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചവൻ, പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യമെല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലെ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ മഹത്വമെല്ലാം ഉപേക്ഷിച്ച് പിതാവിനോടുള്ള സമത്വമെല്ലാം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഭൂമിയിലെ മനുഷ്യനെ തേടി, പൊടിയായ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്ന നല്ലവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ദൈവം
മനുഷ്യന് തൻ്റെ പാപങ്ങളിൽ നിന്ന് നമുക്കറിയാമല്ലോ, വേദപുസ്തകം നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് മരണം ഭൂമിയിലേക്ക് വന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോയത് എങ്ങനെയാണ്? അത് പാപം വന്നപ്പോഴാണ്. നാം വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ നാം കാണുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. 59:1. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനും ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന് ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ്റെ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടത്തിൽ സായം സന്ധ്യയിൽ പിതാവായ ദൈവം ഇറങ്ങി വരുമായിരുന്നു ആദാമിനോടും ഹവ്വായോടും കൂടെ നടക്കുവാനായിട്ട്. നമ്മുടെ പിതാക്കന്മാർ അതെല്ലാം ആരാധനയിൽ പാടി. ദൈവം സൃഷ്ടിച്ചതത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടിയായി മൺമനുദ്യാനത്തിൽ തരുനിരയിൽ പോയി നീടുന്നതു കാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറും നീറേന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം. ദൈവത്തിന് സ്തോത്രം. പൊടിയായ മനുഷ്യൻ, പൊടിയിൽ നിന്ന് ആദാമിനെ എടുത്തു. ആ പൊടിയായ മനുഷ്യൻ ദൈവത്തോടു കൂടെ ഏദൻ തോട്ടത്തിൽ നടക്കുന്നത് കാണുമ്പോൾ ക്രോബേൻ മാലാഹമാർ, അവരെ കൂറും ഈറേൻ മാലാഹമാർ, അയ്യോ പൊടിയായ മണ്ണിന് ഇത്ര വലിയ ഉയർച്ച ലഭിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവരാശ്ചര്യപ്പെടുകയാണെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ആരാധനയിൽ എഴുതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല കാലമുണ്ടായിരുന്നു. പാപം ജീവിതത്തിലില്ലാത്ത അവസ്ഥ, ദൈവമായിട്ടുള്ളൊരു സ്നേഹബന്ധം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ വന്നാലും എല്ലാം മായ്ച്ചു കളയുന്ന, എല്ലാം കഴുകി നിന്നെ ഇപ്പോൾ ജനിച്ചൊരു ശിശുവിനെ പോലെ നിന്റെ ഹൃദയം നിർമ്മലമാക്കി തരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പേരാണ് നസ്രായനായ യേശു. അവനാണ് നിനക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപമില്ലാതിരുന്ന ഒരവസ്ഥ. ആദാമും ഹവ്വായും കൂടി ആ തോട്ടത്തിൽ ഉല്ലസിച്ച് നടന്നപ്പോൾ പിതാവാം ദൈവം ഇറങ്ങി വരുമായിരുന്നു അവരുടെ കൂടെ നടക്കുവാനായിട്ട്. അതാണ് നമ്മൾ പാട്ടിൽ പാടിയത്. എന്തോ ഒരാശ്ചര്യമായിരുന്നു. എന്നാൽ അധികകാലം നീണ്ടു നിന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ദൈവം അവരോടൊരു കൽപ്പന കൊടുക്കുന്നുണ്ട്. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ അതിൻ്റെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ ബാക്കി സംഭവങ്ങളൊക്കെയും നമുക്കറിയാം. ആദാം ഭൗമികമായി മരിച്ചില്ല, ശാരീരികമായിട്ട് അവൻ മരിച്ചില്ലെങ്കിലും പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പഴയ നിയമത്തിൽ നാം വായിക്കുന്ന മാതിരി ആദാമിൻ്റെ ആത്മാവിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടു. ഇന്നും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, നമ്മൾ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നാം മരിച്ച അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കാണുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാലത്ത് ദൈവത്തിൻ്റെ കൃപ വാസ്തവമായി അനുഭവിച്ച ആ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, ഇന്ന് ആ സന്തോഷമുണ്ടോ? നിന്റെ ആദ്യ സ്നേഹം നിന്റെ ഹൃദയത്തിൽ കത്തുന്നുണ്ടോ? എവിടെയാണ് നഷ്ടപ്പെട്ടത്? കോടാലി എവിടെയാണ് ചാടിപ്പോയത്? ഇന്ന് കോടാലി തിരികെ തരുവാൻ കഴിവുള്ളവൻ, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുവാൻ കഴിവുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആദാം പാപം ചെയ്തപ്പോൾ അവൻ്റെ ദൈവത്തോടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടു. ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും. പ്രിയപ്പെട്ടവരെ, കാലത്തകവിൽ വാഗ്ദത്ത പ്രകാരം സ്ത്രീയുടെ സന്തതിയായി ഒരു മനുഷ്യൻ പിറന്നു. അവൻ്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. സർപ്പമാകുന്ന സാത്താൻ്റെ തലയെ ചതയ്ക്കാൻ
പ്രിയപ്പെട്ട ദൈവമക്കളെ, തൻ്റെ മക്കളെ കടിച്ചു കൊന്ന് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ദുഷ്ടപിശാചിൻ്റെ തലയെ ചതർക്കുവാനായിട്ട് നസ്രായനായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ! അവൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്നെ തള്ളിക്കളയുന്നവനല്ല, നിന്നെ പകുതിയിലിട്ടേച്ച് പോകുന്നവനല്ല, നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്കിരിക്കാം. അവൻ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. അവൻ നമ്മുടെ വേദനകളെ അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഏദൻ തോട്ടത്തിൽ നാദാമിനെയും ഹവ്വായെയും പുറത്താക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്കറിയാമല്ലോ, ആദാമിൻ്റെ സന്തതിയായി പാപത്തിൽ പിറന്ന സകല മനുഷ്യരും പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ തഴുകി ജീവിച്ചു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതിരിക്കുന്ന കാലത്തികവിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അത്യുന്നതനായ ദൈവത്തിൻ്റെ രാജകുമാരൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പണ്ട് ചന്ദ്രനിൽ പോയ ആ ദൈവദാസനായ ആ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് വാസ്. അത് ചന്ദ്രനിൽ പോയത് എത്ര മനോഹരമായിരുന്നു, എത്ര അതിശയമാണ്. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ചന്ദ്രനിൽ പോയതിലേക്കും അതിശയമാണ്. എന്നെ വീണ്ടെടുക്കുവാനായി ഈ പൂഴിയായ മണ്ണിലേക്ക് സ്വർഗത്തിലെ രാജകുമാരൻ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മക്കളെ, നാം എത്ര ഭാഗ്യശാലിയാണ്. നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്കെല്ലാം അവൻ പരിഹാരം വരുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാമല്ലോ, അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, പിതാവേ, എല്ലാം നിവൃത്തിയായി. ഒരു ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടത്. അവൻ ആ ക്രൂശിൽ വേദനയുടെ മധ്യത്തിൽ അവൻ്റെ പ്രാണൻ വിടുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും കാൽവറിയിൽ നിവർത്തിച്ച് അവൻ കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, നീയും ഞാനും ഇനി ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തികളും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യേണ്ടതല്ല. പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള സകല കാര്യങ്ങളും കാൽവറിയിൽ അവൻ നിവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നീ അതിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാൻ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവിടെ നാം വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ! ദൈവമക്കളെ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പഴയ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമുക്ക് ആ വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം ഒരു നിത്യമായ രാജ്യമുണ്ട്. അതിലേക്ക് നമ്മളെ ചേർക്കുവാനാണ്, അതിന് യോഗ്യരാക്കി തീർക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ. ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് എന്ത് യോഗ്യതയുണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ കണ്ടു എന്നാണ് സാക്ഷ്യം പറഞ്ഞത്. സഹോദരി, നിനക്ക് ആ സാക്ഷ്യമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ കണ്ടു എന്നുള്ള സാക്ഷ്യം. ഹല്ലേലൂയ! അങ്ങനെ സാക്ഷ്യം പറയുന്ന സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടായ്മയിൽ എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ തീ ഇനിയും ഭൂമിയിലേക്ക് ഇറങ്ങി കത്തും. ഏലിയാവിൻ്റെ കാലത്ത് കത്തിയ തീ, ആത്മാവിൻ്റെ തീ, മനുഷ്യനെ ചൂടുപിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തീ. ഹല്ലേലൂയ! സ്തുതിയുടെയും ശബ്ദം നമ്മുടെ ഹോളുകളിൽ മുഴങ്ങുന്ന ഒരു കാലം വരികയാണ് പ്രിയപ്പെട്ടവരെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. നല്ല കാലം തരുന്ന ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മളെ നടത്തുന്ന ദൈവം, നമ്മൾക്ക് നേതൃത്വം തന്ന് ദൈവമക്കൾ നമ്മൾ നടത്തുന്നത് എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ? യേശുവിങ്കിലേക്കാണ് നടത്തുന്നത്. ഒരു നാളിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒരു വലിയ തീ കത്തുന്ന ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. വലിയ തീ കത്തും. ഒരു മുഴക്കം നമ്മൾ കേൾക്കും പ്രിയപ്പെട്ടവരെ. എന്താണ് ഈ കേൾക്കുന്നതെന്ന് ജനം ചോദിക്കുവാൻ തക്കവണ്ണം ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ നമ്മൾ ഇനിയും കാണും പ്രിയപ്പെട്ടവരെ. നീയും ഞാനും പ്രാർത്ഥിക്കുക. എലിയാവ് മുഴങ്കാലുകൾ മടക്കി ആ മലയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിലെ തീ ഭൂമിയിലേക്ക് ഇറങ്ങി. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചാലും
ദൈവം ഇറങ്ങി വരും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പാപം നമുക്കറിയാം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ നമ്മളെല്ലാം പാപത്തിൽ മരിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് വായിക്കാം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23. ഒരു മനുഷ്യനും നമ്മൾ പറയും, അയ്യോ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, വലിയ കുറ്റവും കുഴപ്പമൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ചെറിയ ഇതൊക്കെ ഉള്ളൂ, ഞാൻ നല്ലതായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വായിക്കാം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയവനും ചെറിയവനും എന്നില്ല, ദരിദ്രനും ധനവാനും എന്നില്ല, സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരെയും ദൈവം കാണുന്നത് അവൻ പാപത്തിൽ പിറന്നാണ്. ദാവീദ് പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദൈവമക്കളെ, നമ്മളൊക്കെയും പാപത്തിൽ, ആദാമ്യ പാപത്തിൽ ഭൂമിയിലേക്ക് ജനിച്ചവനാണ്. ഒരു പ്രാവശ്യം മാത്രമേ നീ ജനിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു രണ്ടാമതൊന്ന് ജനിക്കണമെന്ന്. നാം കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, അൺലെസ് യു ബോൺ അഗെയിൻ യു വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവവേദലേ, വിശ്വാസത്താൽ നീ ക്രിസ്തുവിനെ നിന്റെ ഉള്ളിലേക്ക് വിളിക്കണം, അവനെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്തിന് പരിഹാരം വരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറയ്ക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതും മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ സാധ്യമല്ലാത്തതും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിലും ഒന്നും നീക്കിവെക്കാതെ എല്ലാം കഴുകിത്തരുന്ന ഒരു സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കട്ട, ഒരു മാലാഖ കൊണ്ടുവന്ന് അവൻ്റെ അധരത്തെ തൊടുവിച്ചു. ബിക്കോസ് ഓഫ് ദിസ് ലൈവ് കോൾ ടച്ച് യുവർ ലിപ്സ്, യുവർ സിൻ ഈസ് അറ്റോൺ ആൻഡ് യുവർ ഗിൽറ്റ് ഈസ് ടേക്കൺ അവേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തീക്കട്ട നിന്നെ തൊടുവിച്ചതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഇതിലെ ഇന്ന് നിൻ്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വരുത്തിയതാണ്. നീ അത് വിശ്വസിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ പാപത്തിന് പരിഹാരം വരണം, ഈ പാപം മാറണം. അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വരും. അതാണ് നാം ദൈവവചനത്തിൽ വായിച്ചത്. നിൻ്റെ പാപങ്ങളെ ഏറ്റുപറയുക. കൺഫസ് യുവർ സിൻസ്. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്. പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന്. നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെ കാണാതെ നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നവരാണ്. പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ പരീശൻ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കാറില്ലേ? നമ്മളുടെ ഉള്ളത്തിലില്ലേ, അവനേക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണ്, അവനേക്കാൾ ഞാൻ യോഗ്യനാണ്. കൂട്ടായ്മയിൽ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾ നടത്തുന്നവരെ കുറ്റം പറയും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അനുഗ്രഹമില്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ മക്കളുടെ കുഴപ്പം കൊണ്ടാണ്. വി ബ്ലെയിം അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ കുറ്റം വിധിക്കും. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുറ്റം കാണുവാൻ എളുപ്പമല്ല. സ്വന്തം കുറ്റം കണ്ടെത്തണം. ഞാനൊരു കുറ്റക്കാരനാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു മനുഷ്യൻ ചെന്നാൽ ആ ഡോക്ടർ രോഗിയെ പരിശോധിക്കും. എന്നാൽ ഒരു ദൈവവൈതൽ, ഒരു വിശ്വാസി തന്നെ പരിശോധിക്കുന്നവനായിരിക്കണം. എൻ്റെ കുറവുകൾ കണ്ടെത്തുവാൻ, നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന അനവധിയായ പാപങ്ങൾ, അതിനെല്ലാം പരിഹാരം വരണ്ടയോ? പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുമ്പോൾ നീയും ഞാനും മാനിനെ പോലെ തുള്ളിച്ചാടും. പാപം മാറി മാറി വരുമ്പോൾ യേശുവിനോടുള്ള സ്നേഹം കൂടി കൂടി വരും. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നോ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് താണിറങ്ങി വരികയാണ്. ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ നദി ഒഴുക്കിയതെല്ലാം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. പോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ മുറ്റത്ത് നിന്നപ്പോൾ എൻ്റെ മനസ്സ് മുഴുവേ സന്തോഷമാണ്. യേശു എൻ്റെ പാപങ്ങളെ കഴുകി, അവൻ്റെ പുണ്യാഹ രക്തം എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. ഒരു പാപവും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് 17 വയസ്സ് വരെ ചെയ്ത ഒരു പാപത്തിൻ്റെയും
ഒന്നും കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. എല്ലാം നിർമ്മലമാക്കിയ ഒരു ദിവസമായിരുന്നു അത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, മനുഷ്യനിതുപോലെ സമാധാനം കിട്ടുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അന്ന് ദൈവത്തോട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ, അന്ന് ഈ വേദവാക്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, പെട്ടെന്ന് ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. മകനെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, എൻ്റെ ദൈവം എൻ്റെ പഴയതെല്ലാം മാറ്റി തന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാത്ത ഓർമ്മയുമായി ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്. എന്നെ സ്നേഹിച്ച ആ ഒരു ദൈവം അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിച്ച ആ ദൈവം, നമ്മളെ കരുതുന്ന ആ ദൈവം, നമ്മുടെ വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ, ഭൂമിയിലെ ഡിഗ്രിയോ മറ്റൊരു ക്വാളിഫിക്കേഷനോ നോക്കാതെ നിന്നെ സ്നേഹിച്ച കാൽവറിയിലെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവർ. ഭൂമിയിൽ വലിയ കോടീശ്വരനായതുകൊണ്ടല്ല, എന്നാൽ ഞാൻ പറയും, ഞാൻ ഒരു വലിയ ഭാഗ്യവാനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാണ്. അവനാണ് എൻ്റെ പ്രിയൻ. ഒരു ദിവസം എൻ്റെ മരണക്കിടക്കയിൽ ഞാനിരിക്കുമ്പോൾ, എൻ്റെ മരണം അടുത്ത് വരുമ്പോൾ എന്നെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ വരും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പ് പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവഭക്തന്മാർ, കോടാനുകോടി ഭക്തന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കൾ വിശ്രമിക്കുന്ന ദേശത്ത് ഞാൻ എത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നമ്മൾ ചോദിക്കും, മരണമേ, നിന്റെ ജയമെവിടെ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ. ദൈവവൈതലേ, ഒരിക്കൽ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തവനാണെങ്കിൽ നീ അതും ഇതുമെല്ലാം കണ്ട് ഭാരപ്പെട്ടിരിക്കരുത് പ്രിയപ്പെട്ടവരെ. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ നീ മനസ്സാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ പൈതലായി തീർന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ഇടയ്ക്ക് ചില വീഴ്ചയെല്ലാം വന്നു എന്ന് വെച്ച് നിന്നെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. നിങ്ങൾ ദൈവവചനം വായിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ കൃപ നിത്യമായ കൃപയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ തരുന്ന കൃപയല്ല. പർവ്വതങ്ങൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ മൈ കമ്പാഷൻ നെവർ ഫെയിൽസ്. എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ദൈവം ഇതിലേ നീ ധൈര്യപ്പെടുക, നീ ഉറച്ചു നിൽക്കുക. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. മകനെ, നീ ഭാരപ്പെടണ്ട. നിന്നെ കണ്ടവൻ യേശുവല്ലയോ? അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. ഹല്ലേലൂയ. യേശു ഉയർത്ത് ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതാണ് നമ്മുടെ സാക്ഷ്യം പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ മാറണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ആദാം പാപം ഏറ്റുപറഞ്ഞു. നമുക്കറിയാമല്ലോ ആദാം എങ്ങനെയാണ് പാപം ഏറ്റുപറഞ്ഞത്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ ആദാം ഏറ്റുപറയുന്നത് നാം കാണുന്നുണ്ട്. ഹവ്വായും ഏറ്റുപറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ. അപ്പോൾ എൻ്റെ കുഴപ്പമല്ല, ദൈവത്തിനെ തന്നെ കുറ്റം പറയാണ്. എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്ന സ്ത്രീ ഈ പഴം എനിക്ക് പറിച്ചു തന്നു, ഞാനും തിന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സ്ത്രീയോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇത് തിന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തോ പറഞ്ഞത്? ഈ പാമ്പ് എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ബ്ലെയിം അതേഴ്സ്. നമ്മളും എപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ മറ്റുള്ളവരെ കുറ്റം ചാരുന്നവരാണ്. സ്വന്തം കുറ്റം കാണുന്നില്ല. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും. മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. നമ്മുടെ കുറ്റം അറിയുന്നില്ല. ഇന്നു മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം പ്രിയപ്പെട്ടവരെ. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. കർത്താവേ, എന്തൊക്കെയാണ് എനിക്ക് മാറ്റേണ്ടത്? ശരിയായൊരു ദൈവവൈതലായി തീരുവാൻ, യഹോവയുടെ അഭിഷിക്തനാകുവാൻ, യഹോവയുടെ ആത്മാവുള്ള ഒരു പുരുഷനാകുവാൻ, ഒരു ദൈവവൈതലായി തീരുവാൻ എവിടെയൊക്കെയാണ് ഞാൻ തീർത്തേണ്ടത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ കാത്തിരുന്നു. ദൈവത്തിൻ്റെ പൈതലെ, നീ ഓർത്തുകൊള്ളുക. നീ നിൻ്റെ വീട്ടിൽ ആരും അറിയാതെ കാത്തിരിക്കുന്നത് കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ ചാഞ്ഞു വരും പ്രിയപ്പെട്ടവരെ. നിൻ്റെ അടുക്കലേക്ക് വരും. നിൻ്റെ കണ്ണുനീരവൻ തുടയ്ക്കും. നിൻ്റെ വായിൽ പുതിയൊരു പാട്ട് തരും. നഷ്ടപ്പെട്ടു പോയ പാട്ട്, ഹല്ലേലൂയയും സ്തുതിയും വീണ്ടും വരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആദാമും ഹവ്വായും ഏറ്റുപറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ദൈവത്തോട് പറയാമായിരുന്നു, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അത് നടന്നില്ല പ്രിയപ്പെട്ടവരെ. അത് ശരിയായ അനുതാപമല്ല. നമ്മുടെ കുറ്റം കണ്ടെത്തണം. നമുക്ക് വായിക്കാം വീണ്ടും. 1 ശമൂവേലിൻ്റെ പുസ്തകം എടുക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ രാജാവായിരുന്ന ശൗല് ഒരു കാലത്ത് അവൻ ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ നിന്നവനാണ്. അവൻ വിളിച്ചപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞത് എന്താണ്? നല്ല താഴ്മയുള്ളവനാണ്
ഭംഗിയുള്ളവനായിരുന്നു, അവൻ സുന്ദരനായിരുന്നു, നല്ല പൊക്കമുള്ളവനായിരുന്നു. പക്ഷേ അവൻ നല്ല താഴ്മയുള്ള ഹൃദയമുണ്ടായിരുന്നു. അവൻ എന്താണ് പ്രവാചകനോട് പറഞ്ഞത്? ഞാൻ എൻ്റെ ഗോത്രം ഈ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതും ആ ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനുമായ എന്നോട് നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്തെന്ന് പറഞ്ഞ് തന്നെത്താൻ വിനയപ്പെടുത്തി കൊമ്പിൽ തൈലവുമായി വന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് അവൻ മുഴങ്കാലും അടങ്ങിയിരുന്നവനല്ലേ പ്രിയപ്പെട്ടവരെ. എന്നാൽ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓർത്തുകൊള്ളണം, പലതും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പലരും ദൈവത്തെ മറന്നുപോകും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളെ അനേകരുടെ അനുഭവമാണ്. ഒരു കാലത്തുണ്ടായ ആത്മീയം നഷ്ടപ്പെട്ടു പോയി, ഒരു കാലത്തുണ്ടായ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വായിക്കാവേത ഭാഗം നമുക്ക് വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. എന്നാൽ ജനം ശബ്ദാർത്ഥ വസ്തുക്കളിൽ വിശേഷമായ ആടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ദൈവം പറഞ്ഞു, നീ പോയി അമാലേക്യരെ മുഴുവൻ നശിപ്പിച്ച് കൊന്നു വെച്ച് പറഞ്ഞ ഒന്നിനെയും ശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഈ ശൗൽ രാജാവ് എന്താണ് ചെയ്തത്? രാജാവിനെ പിടിച്ചു കൊന്നില്ല, രാജാവിനെ കൊണ്ടുവന്നു. നല്ല ആടുകളെയും നല്ല മേൽത്തരമായതൊക്കെയും വിലയുള്ളതെല്ലാം കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ പ്രവാചകനായ ശമൂവേൽ കേൾക്കുകയാണ്. ആടുകളുടെയും കാളകളുടെയും മുക്രയും എല്ലാം കേട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ ജനം കൊണ്ടുവന്നതാണെന്ന് ഇവിടെയും നാം കാണുകയാണ്. ജനത്തെ കുറ്റം പറയുകയാണ്. ജനം കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉത്തരവാദി? രാജാവാണ് ഉത്തരവാദി. ശൗൽ രാജാവിന് പറയാമായിരുന്നു, എൻ്റെ ദൈവമേ എനിക്ക് അബദ്ധം പറ്റിയെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവനത് പറഞ്ഞില്ല. അതുകൊണ്ട് അവൻ ദൈവരാജ്യത്തിൽ നകന്നവനായിപ്പോയി. ശൗലിൻ്റെ നാശത്തിന് അത് കാരണമായിപ്പോയി പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ എന്നാൽ ശരിയായ മാനസാന്തരം വന്ന് ദാവീദിനെ നാം കാണുന്നുണ്ട്. ആ നാഥാൻ പ്രവാചകൻ ദാവീദിനെ വെച്ച് നോക്കുമ്പോൾ എന്തുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? എന്നാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠനായ പ്രവാചകനായിട്ട് നാഥാനെ കണക്കാക്കി. നാഥാൻ ചെന്ന് ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്താണ് പറഞ്ഞത്? നമുക്ക് വായിക്കാൻ 2 ശമൂവേലിൻ്റെ പുസ്തകം നമുക്കെടുക്കാം. അതിൽ നാം കാണുന്നുണ്ട് 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ദാവീദ് പറയുകയാണ്, ഞാൻ പാപം ചെയ്തു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ. യഥാർത്ഥ അനുതാപം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം സകല അനീതിയും പോക്കി നമ്മളെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇത്ര നല്ലൊരു ദൈവം നമ്മുടെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ മക്കൾ ആഘോഷിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രിയപ്പെട്ടവരെ, ഈ നസ്രായനായ യേശുവിനെ ഉയർത്തി കാണിപ്പാൻ നമ്മൾക്കെല്ലാവർക്കും ഭാഗ്യം തന്നല്ലോ. ഹല്ലേലൂയ. മരണമില്ലാത്തവൻ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ, എന്നെയും നിങ്ങളെയും ദൈവരാജ്യത്തിലെത്തിക്കുവാൻ കഴിവുള്ളവൻ, നിങ്ങളുടെ പാപങ്ങളെയും ഏറ്റുപറഞ്ഞുകൊള്ളുക. എവിടെയൊക്കെയാണ് വീണതെന്ന് ദൈവത്തെ കാണിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അവൻ നിൻ്റെ ഹൃദയത്തിലേക്ക് വരും. നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരികെ തരും. പഴയ സമാധാനം ഇരച്ചു കയറി വരും പ്രിയപ്പെട്ടവരെ. ഒരു കാലത്ത് ഓടി നടന്ന നിൻ്റെ ഹൃദയത്തിൽ ഇനിയും ആനന്ദവും സന്തോഷവും സമാധാന കാലവുമെല്ലാം തിരികെ തരുവാൻ ഈ നസ്രായനായ യേശുവിന് കഴിയും. എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുക, കണ്ണുനീരോടെ ദൈവസന്നിധിയിലിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവൻ വരും പ്രിയപ്പെട്ടവരെ. താമസിച്ചാലും അവൻ വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.